ഇങ്ങനെ ആളുകൾ ആക്ടേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവരും. ഇഷ്ടംമാര്. ഇപ്പൊ എനിക്ക് ഹൃതിക് റോഷന്റെ ജോലൈൻ വേണം, ഇപ്പൊ ഞാൻ ആൺകുട്ടിയായോണ്ട് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ടോം ക്രൂയിസിന്റെ പോലെ ഷാർപ്പ് നോസ് വേണം, അല്ലെങ്കിൽ സമന്തയുടെ പോലെ ചീക്ക് വേണം, ഐശ്വര്യയുടെ പോലെ കണ്ണ് വേണം, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വരും ആളുകൾ. പിന്നെ ഫോട്ടോസ് ആയിട്ട് തന്നെ വരും. ഫോട്ടോസായിട്ട് വരും. ഇല്ലാന്ന് വെച്ചാൽ മോനെ നീ ഫോട്ടോ എടുക്കുന്ന പറയും. സോ അവരുടെ ചിലപ്പോ ജീവിതത്തിലത്തെ ഭയങ്കര ഒരു ആവശ്യമായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു, 64 ഇയർ ഓൾഡ് ലേഡി. അവര് ചെറുപ്പകാലത്ത് അവർ ടീനേജർ ആയിരുന്ന സമയത്ത് അവർക്ക് ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ മൂക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു. ഓക്കെ, കുറച്ച് വിടർന്ന മൂക്കാണ്, മൂക്കൊന്ന് കുറച്ചൊന്ന് ഭംഗിയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു പറ്റൂല, അവർക്ക് സ്പെസിഫിക് ഉണ്ട്, ജയഭാരതിയുടെ മൂക്കുമാരി ആക്കണം. പക്ഷെ അവർ പേരൻസ് പറഞ്ഞു പറ്റൂല, നീ കല്യാണം കഴിച്ച് നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. കല്യാണം കഴിച്ചു, ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവ് നീ മിണ്ടാണ്ടിരിക്കും, നീ നിന്റെ കാര്യം നോക്കിയിരിക്കും, എന്തെന്നായതെന്നൊക്കെ, ഇങ്ങനെ തന്നെ നീ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഇത് റിഫ്യൂസ് ചെയ്തു. ഭർത്താവ് മരിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട്. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, പിള്ളേരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് വെച്ചാൽ അമ്മ ഈ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ അവർ വന്നു, അവർ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ഇൻസിസ്റ്റ് ചെയ്തു ഡോക്ടർ അത് നോക്കൂ. ബട്ട് ഗുഡ് തിങ് ഇസ് ദറ്റ് അവർ പറഞ്ഞു എനിക്ക് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്, എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താലും മതി, എനിക്ക് നിൽക്കാനും വലിയ സർജറി അതൊന്നും പറ്റില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഓക്കെ കൊള്ളാം, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പ്രോബബ്ലി നമുക്ക് ഫില്ലേഴ്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് പിടിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മരുന്നുണ്ട് അതിന് വേണ്ടി, ആന്റിഡോട്ട് ഉണ്ട്, അത് ഇട്ടെന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി വിൽ ഗോ ഓഫ്. അപ്പോൾ ഞാനപ്പോൾ അത് ചെയ്തു കൊടുത്തു. പക്ഷെ അവരുടെ ലൈഫേ കംപ്ലീറ്റ്ലി മാറി. അതെന്ന് വെച്ചാൽ അതിനുശേഷം അവർ ഭയങ്കര എക്സ്ട്രോവേർട്ടായി. അവർ പദ്യങ്ങൾ എഴുതുന്നു, കവിതകൾ അതിൻ്റെ വേണ്ടി അവരെ പല സ്ഥലങ്ങളും വിളിക്കുന്നു, മൂവീസിൽ ആക്ട് ചെയ്യുന്നു, ഡ്രാമ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ ഒരാൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറ്റണം. ആഗ്രഹത്തിന്റെ ഒരു ജെന്യുവിനിറ്റി. അതെ, റെഡ് ഫ്ലാഗ്സ് എപ്പോഴും അൺഡ്യൂ ലവ് ഫോർ യുവർ ബോഡി. ഓക്കെ, അതൊരു മനോവിഭ്രാന്തി പോലെ വരുന്ന ആളുകളുണ്ട് അല്ലേ? അത് വരുമ്പോൾ റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ തന്നെ നമ്മളത് ചെയ്യണം. പിന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, അതാണ് ബേസിക്, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഫോട്ടോ കണ്ടെന്നിട്ട് അവർ പറയണം എനിക്ക് ഋത്തിക് റോഷൻ ആവണമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കത്. ഋത്തിക് റോഷന്റെ ഫോട്ടോ കൊണ്ടുവരുന്ന യുവാക്കളുണ്ടോ? ഋത്തിക് റോഷന്റെ ഫോട്ടോ കൊണ്ടുവന്ന യുവാവൊന്നുമില്ല. ബട്ട് വേറെ പല ആൾക്കാരെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ബട്ട് we have to tell them other I don't have the skills for doing that. You can go elsewhere and find out any other people. Wish you all the best. എസ്തെറ്റിക് സർജറീസിൽ വളരെ പ്രാധാന്യമുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ വളരെ പ്രസിദ്ധി ആർജിച്ചു വരുന്ന ഒരു ഏരിയ ആണല്ലോ ഈ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറി ആൻഡ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. ഇപ്പോൾ നേരത്തെ നമ്മൾ സർപ്രൈസിന്റെ കാര്യം പറഞ്ഞല്ലോ. പണ്ട് അമേരിക്കൻ സിറ്റ്കോം സീരീസുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അതായത് പാർട്ട്ണറിന്റെ ആനിവേഴ്സറിക്ക് ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറി നടത്തിയിട്ട് സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന നായിക, അങ്ങനത്തെ ഒരു റോംകോമിലൊക്കെ അങ്ങനെ ഒരു ഏരിയ ഉണ്ടാവായിരുന്നു. അങ്ങനെ സിനിമകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ ഭർത്താവിനെ എനിക്ക് എന്റെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു സ്ത്രീ ബ്രസ്റ്റ് എൻലാർജ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ജെന്യുവൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ചിലത് അങ്ങനെ വരാറുണ്ട്. ചില ആൾക്കാർ എന്ന് വെച്ചാൽ അവര് റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് they have been divorced because അവരുടെ ബ്രസ്റ്റിന് സൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ്. they have been divorced because of that. ചില സമയത്ത് ഭർത്താവ് വേറെ ആൾക്കാരോട് പോവാറുണ്ട്. ചില സമയത്ത് അവരുടെ എന്താ പറയുന്നത്, അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കുന്ന ഇതാണ്. എസ്പെഷ്യലി ആഫ്റ്റർ സം ടൈം. ഇപ്പം ഒരു 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ബ്രസ്റ്റ് സാഗിങ് ബ്രസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാവുന്നതുണ്ട്. ചില ആൾക്കാർ ഭർത്താക്കന്മാരുടെ ഭയങ്കര വിയേർഡ് റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെയും ആൾക്കാർ വരാറുണ്ട്. വിയേർഡ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇവര് വേറെ ഓരോ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അവര് എന്താ വലിയ ബ്രസ്റ്റുള്ള സ്ത്രീകളെ അങ്ങനെയൊക്കെ കണ്ടിട്ട് ദെൻ ദേ വിൽ റിക്വയർ അവരുടെ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വൈഫിന് ഇൻസെക്യൂരിറ്റി വരുന്നു. അപ്പോൾ വൈഫിന് അത് കൂട്ടണം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെയും വരാറുണ്ട്. അതൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് യു സീ ദാറ്റ് ബിക്കോസ് ദേ വിൽ ബി, ഞാൻ പറഞ്ഞില്ല അവരുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണെന്ന് വെച്ചാൽ യു ഹവ് ടു ജഡ്ജ് വെരി കെയർഫുള്ളി.
യു ഹാവ് ടു സീ അവരുടെ ഫാമിലി സിറ്റുവേഷൻ. യു ഷുഡ് ബി ഏബിൾ ടു അസസ് ദറ്റ് ആൻഡ് ദെൻ യു ഹാവ് ടു ടേക്ക് എ കോൾ വെദർ യു ഷുഡ് ഡു ഇറ്റ് ഓർ നോട്ട്. പിന്നെ ദർ ആർ ഇംപ്ലാന്റ്സ് ഫോർ ഡൂയിങ് ഇറ്റ്. അങ്ങനത്തെ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഇംപ്ലാന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വരുത്തിക്കേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്ത് വരുത്തിക്കേണ്ടി വരും. എല്ലാം ഇമ്പോർട്ടഡ് ആണ്, ബട്ട് അതൊന്നും ഇന്ത്യയിൽ വെക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ഇന്ന സാധനമാണെന്ന് വെച്ചാൽ ദെൻ അവർ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് അവിടെ നിന്ന്, എന്താ വെച്ചാൽ വേൾഡിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറീസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സാധാരണ ഇംപ്ലാന്റ്സ് വെക്കുക എന്നുള്ളതാണല്ലോ. ഇംപ്ലാന്റ്സ് മാത്രമല്ല ഫാറ്റ് ചെയ്യാറുണ്ട്. ഫാറ്റ് ചെയ്യാന്നുണ്ടല്ലോ. ഇതിന് ശരിക്കും ഫീൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. 100% ഫീൽ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, എന്താ പറയുന്ന 4th ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ 6th ജനറേഷനും വന്നിട്ടുണ്ട്. 5th ജനറേഷൻ ഒക്കെ നിങ്ങൾ വെച്ചു വെച്ചാൽ നിങ്ങൾക്ക് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദറ്റ് യു ഹാവ് ഹാഡ് എ ഇംപ്ലാന്റ്. അല്ലെങ്കിൽ യു ഷുഡ് ബി എ പേഴ്സൺ ഹു നോസ് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്. അങ്ങനെയാണെന്ന് വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ. അല്ലാന്ന് വെരി ഡിഫിക്കൽട്ട് ഐഡന്റിഫൈ. ഇതിന് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സിനും അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റിനും ഈ ലൈംഗികതയുമായിട്ടും കൂടിയിട്ടാണല്ലോ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലെ വലുപ്പം കൂട്ടുന്നതും ആ സ്ഥലങ്ങൾക്കൊരു എന്താ പറയാ സൗന്ദര്യാത്മകമായിട്ടൊരു ഭംഗിയല്ല, ഈ പറഞ്ഞ പോലെ ലൈംഗിക വീഴ്ചയിൽ അതിനൊരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയി വരുന്ന അവസ്ഥകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിട്ട് വരുന്ന ദമ്പതികളുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ അവര് തുറന്ന് സംസാരിക്കുക ഡോക്ടറുടെ അടുത്ത്? അല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ സംസാരിക്കും എന്ന് വെച്ചാൽ യൂഷ്വലി. ആൻഡ് അത് ആ കാര്യങ്ങൾ ഐ വിൽ നോട്ട് റിവീൽ എനിവേ, ബിക്കോസ് ദാറ്റ് ഈസ് പേഴ്സണൽ ബിറ്റ്വീൻ മീ ആൻഡ് മൈ പേഷ്യന്റ്. ഐ കനോട്ട് റിവീൽ അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് ദർ ആർ പീപ്പിൾ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പലപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നുണ്ടായിരിക്കും. സംടൈംസ് ആക്ച്വലി ഹസ്ബൻഡ്സ് ഓൾസോ വിൽ എനിക്കറിയില്ല എന്താ കാര്യം, ബട്ട് ആൾക്ക് ഭയങ്കര ഇതാണ്. പിന്നെ വോട്ട് ടു ഡു. ഇപ്പം അവരുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് വെച്ചാൽ സി ദ തിങ് ഇസ് നോ, പല ആൾക്കാരും എസ്പെഷ്യലി ബിഫോർ ചൈൽഡ് ബർത്ത് ബ്രസ്റ്റ് ഫീഡിങ് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി മലയാളീസ് മിക്കവാറും ആൾക്കാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മെനി പീപ്പിൾ വോണ്ട് ടു ഗെറ്റ് സം ചേഞ്ചസ് ഡൺ. ബട്ട് അത് വെരി അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ആൾക്കാർക്ക് ഓക്കെ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, വൈ നോട്ട്, അങ്ങനെ ആക്കാൻ പറ്റുകയാണെങ്കിൽ വൈ നോട്ട്. സോ ദെൻ യു ഹെൽപ് ദം ഔട്ട്. ഫൈൻ. ഇപ്പൊ ഒരു ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറിയോ അല്ലെങ്കിൽ റിഡക്ഷൻ സർജറിയോ ചെയ്തത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ബാധിക്കോ? ഇല്ല. ഫൈൻ. ആ പ്രോസസ്സിനെ ബ്രസ്റ്റ് റിഡക്ഷൻ ബാധിക്കാം. കാര്യം വെച്ചാൽ ബ്രസ്റ്റ് റിഡക്ഷനിലെ വോളിയം കുറയ്ക്കല്ലേ. അപ്പൊ അത് നമ്മൾ അപ് ഫ്രണ്ട് നമ്മൾ ചോദിക്കും. അതായത് ഏജ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ചില ഇതിപ്പം അൺമാരിഡ് കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മാരിഡ് ബട്ട് നോട്ട് യെറ്റ് കുട്ടികൾ ഉണ്ടായിട്ടില്ല, അല്ല ഇനിയും കുട്ടികൾ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വെച്ചാൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ അവരുടെ അടുത്ത് പറയും, ഇതാണ് ഇഷ്യൂ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചിലപ്പോൾ നമുക്ക് 30% ഉണ്ടാവുള്ളൂ. ഗ്ലാൻസ് നമ്മൾ 70% അവരുടെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ പോകാൻ വെച്ചാൽ 70% ഗ്ലാൻസ് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം. പിന്നെ ഓൾവേസ് നമ്മൾ റിഡക്ഷന്റെ സമയത്ത് വി ടെൽ ദം വാണ്ട് ദം അബൌട്ട് സെൻസേഷൻ ചിലപ്പോൾ കുറയാം. ബ്ലണ്ടിങ് ഓഫ് സെൻസേഷൻ കുറച്ച് വികാരങ്ങൾ കുറയും. അല്ല, അവിടെ തൊടുന്ന സമയത്ത് സ്പർശന ഇത് കുറച്ച് കുറയും. അങ്ങനെ അവരുടെ അടുത്ത് അപ്പൊ പറയും. സെൻസേഷൻ മാത്രമാണ്, അല്ലാണ്ട് വേറെ വികാരങ്ങളൊന്നും അല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാം. വി ഡോണ്ട് നോ. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം ഫീഡിങ് വേണമെന്ന് വെച്ചാൽ അതിന് വേറെ ടൈപ്പ് സർജറീസ് ഉണ്ട് ബ്രസ്റ്റ് റിഡക്ഷൻസ് ചെയ്യാൻ. അപ്പൊ വോളിയം കുറയ്ക്കാണ്ട്, അധികം വോളിയം കുറയ്ക്കില്ല, പക്ഷേ അതേസമയത്ത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും.